നമസ്കാരം. പതിരും കതിരും. ആയുസ് തീരുന്നവരെ കാലപുരിയിലേക്ക് കൊണ്ടുപോകുന്ന പണിയാണ് സ്രഷ്ടാവ് കാലനെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഈ കാലന് സമയം കുറിച്ച് കൊടുക്കുന്നത് ചിത്രഗുപ്തൻ എന്ന കണക്കപ്പിള്ളയാണ്. നമ്മുടെ പൊതുമരാമത്ത് വകുപ്പാണ് കേരളത്തിലെ കാലന് ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ അഹോരാത്രം പ്രവർത്തിച്ചു വരുന്നത്. അതിന് പ്രത്യുപകാരമായി കാലൻ മാസപ്പടിയായി ഒരു തുക മരാമത്ത് മരുമകന് ഇട്ടുകൊടുക്കുന്നുണ്ടാകണം. കാടുമന്ത്രിയും കരണ്ട് മന്ത്രിയും ഒക്കെ തങ്ങളെ കഴിയാവുന്ന സംഭാവനകൾ കാലന് വേണ്ടി ചെയ്യുന്നുണ്ട്. PSC ചെയർമാൻ KC വേണുഗോപാൽ ഒരു കാലനാണെന്നാണ് മരാമത്ത് മന്ത്രി മുഹമ്മദ് റീൽസ് പറയുന്നത്. നാഷണൽ ഹൈവേയിലൂടെ പോത്തിൻ്റെ പുറത്ത് കയറി ദണ്ടും പാശവുമായി വരുന്ന KC വേണുഗോപാലിനെ ഒന്ന് സങ്കല്പിച്ച് നോക്കൂ. ഓടക്കുഴൽ പിടിക്കേണ്ട കയ്യിൽ ദണ്ട്, പീലിത്തിരിമുടി ചൂടേണ്ട മൗലിയിൽ പോത്തിൻ്റെ കൊമ്പ്. RSP നേതാവ് ഷിബു ബേബി ജോണിൻ്റെ സങ്കല്പത്തിൽ കാലൻ്റെ വാഹനമായ പോത്താണ് മുഹമ്മദ് റീൽസ്. പാവം പോത്തിന് ബുദ്ധിയില്ല, ചിന്തിക്കാനുള്ള കഴകത്വമില്ല. ആ നിഷ്കളങ്കത്വമാണ് പോത്തിനെ തൻ്റെ വാഹനമായി തിരഞ്ഞെടുക്കാൻ യമനെ പ്രേരിപ്പിച്ചത്. പോത്തിന് മഹിഷം എന്നും പേരുണ്ട്. അങ്ങനെയായാൽ കാലനായ വേണു സഞ്ചരിക്കുന്ന വാഹനത്തെ മഹിഷം റിയാസ് എന്ന് വിളിക്കാം. വേണുഗോപാലിനെ കാലൻ എന്ന് വിളിച്ചതിൽ വല്ല കുറ്റബോധവുമുണ്ടോ എന്ന് ചോദിച്ച ഏഷ്യാനെറ്റിൻ്റെ റിപ്പോർട്ടറോട് ഇന്നലെയും റിയാസ് പറഞ്ഞതിൽ തന്നെ ഞാൻ ഉറച്ചു നിൽക്കുന്നു. റിയാസ് പണിത റോഡുകൾക്കുറപ്പില്ലെങ്കിലും നാക്കിന് നല്ല ബലമാണ്. അമ്മായിയപ്പനും മരുമകനും മറ്റുള്ളവരെ പുച്ഛിക്കാനും ചീത്ത വിളിക്കാനും ഒരേ മാജിക്കാണ്. അമ്മായിയപ്പനും മരുമകനും മറ്റുള്ളവരെ ഹീനവും മ്ലേച്ഛവുമായ വാക്കുകൾ കൊണ്ട് വിശേഷിപ്പിക്കുന്നതിൽ ഒരേ നിലവാരമാണ്. അമരാവതി സമരകാലത്ത് AKGക്കെതിരെ മുഴങ്ങിയ മുദ്രാവാക്യത്തിലാണ് ആദ്യമായി കാലൻ പ്രയോഗം കടന്നു വന്നത്. കാലൻ വന്നു വിളിച്ചിട്ടും എന്തേ പോകാത്തു ഗോപാല എന്നായിരുന്നു ആ മുദ്രാവാക്യം. അന്ന് ആ മുദ്രാവാക്യം വിളിച്ചു കൊടുത്ത TK ഹംസ ഇന്ന് CPMൻ്റെ ഇക്കയായി പരിണമിച്ച ചരിത്രവും നമ്മുടെ മുമ്പിലുണ്ട്. ഏത് കാലനും നമ്മുടെ കൂടെ കൂടിയാൽ ധർമ്മരാജാവാകും. വിമോചന സമരകാലത്ത് അച്യുതമേനോനെ ശത്രുക്കൾ വിളിച്ചത് അറുകൊല മേനോൻ എന്നായിരുന്നു. EMSൻ്റെ വിക്കിനെ പരിഹസിക്കുക മാത്രമല്ല, തൂങ്ങിച്ചാകാൻ കയറില്ലെങ്കിൽ പൂണൂലില്ലേ നമ്പൂരി എന്നും പ്രാകൃതമായ രീതിയിൽ മുദ്രാവാക്യം വിളിച്ച കാലമുണ്ടായിരുന്നു. പക്ഷേ പരബിയുടെ ഉറുമ്പിന് പോലും വരുത്തല്ലേ എന്ന് പ്രാർത്ഥിച്ച് കർമ്മം ചെയ്തു വരുന്ന പാവം KCയെ കാലാന്ന് വിളിച്ച വകയിൽ മരുമോൻ പ്രാകൃത യുഗത്തിലേക്കാണ് നമ്മളെയും കൊണ്ടുപോകുന്നത്. ഈ വിഷയത്തിൽ ഗോവിന്ദൻ പറഞ്ഞതാണ് രസകരമായ അഭിപ്രായം. കാലൻ ചിലപ്പോൾ നല്ല കഥാപാത്രമായിരിക്കും, ചിലപ്പോൾ ക്രൂരനായിരിക്കും. ഇതൊക്കെ പ്രയോഗിച്ച സന്ദർഭത്തിന് അനുസരിച്ചായിരിക്കും. കാലനെ CPM ഒരു ജോലി ഏൽപ്പിച്ചു വിട്ടാൽ അദ്ദേഹം നല്ല കഥാപാത്രമാകും. മൂർത്തമായ സാഹചര്യത്തിൽ കാലൻ മൂർത്തമായി അവതരിക്കുമെന്ന് സാരം. റിയാസ് കാലൻ എന്ന് വിളിച്ചതോടെ വേണുവിനെ ഇപ്പോൾ കാലൻ വേണു എന്നാണ് നവമാധ്യമങ്ങൾ പരിഹസിച്ച് വിളിക്കുന്നത്. കമൽ സംവിധാനം ചെയ്ത കാക്കോത്തിക്കാവിലെ അപ്പൂപ്പൻ താടി എന്ന സിനിമയിൽ കൃഷ്ണൻകുട്ടി നായരുടെ കഥാപാത്രത്തിൻ്റെ പേര് കാലൻ മത്തായി എന്നാണ്. കാക്കോത്തിയായ രേവതി പിന്നാലെ ചെന്ന് വിളിക്കും, കല്ല് കൊത്താനുണ്ടോ കല്ല്. പിന്നെ ടോൺ അങ്ങ് മാറ്റും, കാലൻ മത്തായി ഉണ്ടോ കാലൻ. മത്തായി രേവതിക്ക് 10 രൂപ കൊടുത്തിട്ട് പറഞ്ഞു, ഇനി മേലിൽ ഇങ്ങനെ വിളിച്ചു കൂവാതെ നടക്കണം, പോ. ഇതുപോലെ കാലൻ എന്ന വിളിയിൽ നിന്നും മോചനം നേടാൻ വേണുഗോപാലും മരുമകന് വല്ലതും മാസപ്പടിയായി കൊടുക്കേണ്ടി വരും. അപ്പോഴും സൈബർ കമ്മികൾ വിളിച്ചുകൊണ്ടേയിരിക്കും. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പിന്നാലെ നടന്ന് വ്യാജനെന്ന് വിളിക്കും പോലെ. അവർക്കൊരു പേരൊത്തു കിട്ടിയാൽ പിന്നെ ആ വിളി തുടർന്നുകൊണ്ടേയിരിക്കും. അത് അവസാനിക്കാൻ ഒറ്റ മാർഗമേ ഉള്ളൂ. തിരുത പണ്ട് പാർട്ടിയിൽ ചേർന്ന പോലെ അങ്ങ് ചേരണം. അതോടെ വേണു ബ്രോ വേണുവാകും. KC വേണുഗോപാൽ ദേശീയപാതാ വികസനത്തിൻ്റെ കാലനാണെങ്കിൽ പിണറായിയെ എന്ത് പേരിട്ട് വിളിക്കും ഈ നാട്ടിലെ സാധാരണ ജനങ്ങൾ? വെറിമൂത്താൽ തെറിമൂക്കുമെന്ന് പറയും പോലെ ആരെയും എന്തും വിളിക്കാനും വിശേഷിപ്പിക്കാനും പ്രത്യേക പ്രിവിലേജ് ഉള്ളവരാണ് CPMൻ്റെ മന്ത്രിമാരും നേതാക്കന്മാരും. അമ്മായിയപ്പന് പരനാറിയെന്നും നികൃഷ്ടജീവിയെന്നും ആരെയും വിളിക്കാമെങ്കിൽ മരുമകൻ എന്തിനാണ് മാറി നിൽക്കുന്നത്? പറഞ്ഞതൊന്നും തിരുത്തി പറഞ്ഞ ശീലം പിണറായിക്കില്ല. അതുപോലെയാണ് റിയാസും. കാലനെന്ന് വിളിച്ചത് വേണുഗോപാലിന് കുറച്ചിലായെങ്കിൽ പണ്ടാരക്കാലൻ എന്ന് വേണമെങ്കിൽ മാറ്റി വിളിച്ചു തരും. നന്ദി.